സ്വന്തം അമ്മയുടെ ഒരു വിലാപം കേരള സമൂഹത്തോടും നമ്മുടെ എല്ലാവരോടും എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് ആ അമ്മയും കുടുംബവും ചോദിക്കുന്നു. പിന്നെ നമ്മളെ മുമ്പിലേക്ക് വരുന്നത് കേവലം എൻ്റെ ഒരു ഡ്രൈവറല്ല, എൻ്റെ ഒരു സഹോദരനാണ് നഷ്ടപ്പെട്ടത്, എനിക്കവനെ കാണണം, എനിക്കവനെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് മനാഫും ശക്തമായ രംഗത്ത് വരുന്നു. അപ്പം നമ്മളതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിയമപ്രകാരമുള്ള എല്ലാ സാധ്യതകളും മുമ്പിൽ കണ്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചു. മനാഫ് സംസാരിച്ചു ഇതിന് ശേഷം? ഇപ്പോൾ മനാഫ് സംസാരിച്ചു, നമ്മുടെ സഹപ്രവർത്തകർ അവിടെ ഉണ്ട്, അവർ സംസാരിച്ചു, ജിതിൻ സംസാരിച്ചു, ഇപ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ നിലവിൽ താങ്കൾ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിയമപ്രകാരമുള്ള സംവിധാനങ്ങൾ പിന്നീട് ഒരു ഭവിഷ്യത്ത് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾ വരാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മളെല്ലാവരും കാത്തിരുന്നു. വേദനകൾക്കിടയിൽ ഒരു ആശ്വാസം നമുക്കിപ്പോൾ ലഭിച്ചു. എങ്കിലും നിയമപ്രകാരമുള്ള DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ എത്തിക്കാമെന്നാണ് തീരുമാനിച്ചത്. ഇതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള മനാഫിൻ്റെ പ്രതികരണം എന്തായിരുന്നു? മനാഫ് വളരെ വൈകാരികമായിട്ട്, മനാഫിന് വളരെ ചങ്കുപൊട്ടുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കൂടെയുള്ള ആളുകളൊക്കെ വളരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ പറയാനുള്ളത്.